എന്തായി കാണിക്കുന്നേ? ഞാനവനെ പിടിച്ചതായിരുന്നു, രക്ഷപ്പെട്ടു കളഞ്ഞു. നമ്മൾ കോളേജിൽ വെച്ച് കണ്ടു, അടുത്തു. എന്റെ നിർബന്ധം കൊണ്ട് ബാലേട്ട് നിന്നെ പെണ്ണു കാണാൻ വന്നു. ജാതകപ്പുറത്തും ഇല്ലാത്തതുകൊണ്ട് കല്യാണം നടന്നില്ല. ബാലേട്ടിന് നീയും കാമുകന്മാരായിരുന്നത്രേ. എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഈ ജോസഫ് എന്ന് പറയുന്ന മനുഷ്യൻ എന്തിനാണ് ഈ കഥയുണ്ടാക്കിയത്? നമ്മൾ തമ്മിലുള്ള ബന്ധം തന്നെ ഇയാൾ എങ്ങനെ അറിഞ്ഞു? അയാൾ ബാലേട്ടിനോട് പറഞ്ഞ പേരിൽ ഒരു പത്രമേ ഇല്ല. ആരാണ് ഈ ജോസഫ്? എന്താണ് അയാളുടെ ഉദ്ദേശം? ഇതല്ലേ ജോസഫ്? ദിലീഷ് ചേട്ടാ, ആരെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നത്? എനിക്കിപ്പോ അറിയണം. വീടിനൊരു ഗേറ്റ് ഉള്ളപ്പോ മതിൽ ചാടി കടന്നത് എന്തിനാണെന്ന് എനിക്കറിയണം. പ്രകാശനെ തല്ലിയതും രാത്രിയിൽ പതുങ്ങി വന്ന അച്ഛനെ കൊല്ലാൻ നോക്കിയതും എന്തിനാണെന്ന് വ്യക്തമായി എനിക്കറിയണം. അറിയണോ? എല്ലാം നിനക്കറിയണോ? വേണം. ദിനേശ് ചേട്ടന്റെ കൂടെ ഇനിയും ഞാൻ ജീവിക്കണമെങ്കിൽ എനിക്കത് അറിയണം. എന്നെ കൊണ്ടത് പറയിക്കണോ? നിന്റെ ഓരോ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ. എന്റെ ഉള്ളിൽ ദിനേശ് ചേട്ടൻ ഇതുവരെ കണ്ടിട്ടില്ലേ? കണ്ടു, കുറെയൊക്കെ ഞാൻ കണ്ടു. പക്ഷെ ഒന്നും നീ കാണിച്ചിട്ടല്ല ഞാൻ കണ്ടത്. എന്താ ദിനേശ് ചേട്ടൻ കണ്ടത്? നിന്റെ യഥാർത്ഥ മുഖം. മണ്ണാങ്കട്ട. ജോസഫ് ആണെന്നും പറഞ്ഞ സരളയുടെ വീട്ടിൽ ചെന്നതും എന്റെ യഥാർത്ഥ മുഖം കാണാനായിരുന്നോ? ഓഹോ, നിനക്കപ്പോൾ സന്ദേശങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ? ആദ്യം മുതൽ ഞാൻ നിന്നെ മനസ്സിലാക്കേണ്ടതായിരുന്നു. ഒരന്യപുരുഷൻ സിനിമാ തിയേറ്ററിൽ വെച്ച് നിന്റെ ദേഹത്ത് തൊട്ടത് നീ കാര്യമായി എടുത്തില്ല. നിന്റെ കഴുത്തിൽ താലി കെട്ടിയ നിന്റെ ഭർത്താവ് തൊട്ടടുത്ത സീറ്റിലിരിക്കുമ്പോ നീ വെള്ളിത്തിരയിലെ മോഹൻലാലിനെ കണ്ട് ആസ്വദിക്കുകയായിരുന്നു. തൊലിവെളുപ്പുള്ള വിനോദ് കുമാർ ആലപ്പിയുമായി നീ കൊഞ്ചിക്കുഴഞ്ഞു. ഒടുവിൽ നീലത്തടാകവും കളിവെള്ളവും ബാലചന്ദ്രമേനോനും. ആദ്യമായി പ്രേമിച്ച പുരുഷനെ ഒരു സ്ത്രീക്കും മറക്കാൻ കഴിയില്ലെന്ന് ഡോക്ടർ എഴുതിയിരുന്നത് സത്യമാണ്. എനിക്കതിൽ പരാതിയില്ല. പക്ഷേ നീ എന്തിനാണ് എന്റെ മുമ്പിൽ താലി കെട്ടാൻ കഴുത്ത് നീട്ടി തന്നത്? പറയൂ. എന്റെ ഈശ്വര, എന്തൊക്കെയാണ് ഈ പറയുന്നത്? ആരോടാണ് ഞാൻ കൊഞ്ചിയത്? ആരാണ് ഈ ബാലചന്ദ്രമേനോൻ? സിനിമയിലെ ബാലചന്ദ്രമേനോനല്ല. ഓർമ്മയില്ലേ നിന്റെ പഴയ ബാലേട്ടൻ? നീ സ്നേഹിക്കുകയും നിന്നെ സ്നേഹിക്കുകയും ചെയ്ത നിന്റെ ബാലേട്ടൻ. പക്ഷേ എന്റെ ഭാര്യയ്ക്ക് മറ്റൊരു അവകാശം ഉണ്ടാവുന്നത് എനിക്ക് സഹിക്കില്ല. ഒന്നുകിൽ മേനോൻ, അല്ലെങ്കിൽ ദിനേശൻ. ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു.
കൊല്ലല്ലേ, അയ്യോ, വിടരെ. മേനോനെ ഞാൻ കൊല്ലും, വിനോദ് കുമാറിനെ ഞാൻ കൊല്ലും, ആ വഞ്ചകിയെ ഞാൻ കൊല്ലും. എല്ലാരും നമുക്ക് കൊല്ലാം. ഭാഗ്യം കൊണ്ട് ആ പെങ്കുച്ച് രക്ഷപ്പെട്ടത്. ഇവനവളെ കൊല്ലാൻ നോക്കി സാറേ. ഞങ്ങളെല്ലാരും കൂടെ നിങ്ങൾ കുറച്ച് പുറത്തിറങ്ങി നിൽക്ക്. എന്താ പേര്? തളത്തിൽ ദിനേശൻ. എല്ലാവന്റെ കയ്യിൽ തോക്ക്, ജീപ്പ്, ക്യാപ്റ്റൻ വെടി. ആ ടേബിളിലേക്ക് എടുത്ത്. അയ്യോ അമ്മേ, അമ്മേ. കുഞ്ഞെ, ഇനി അവര് നോക്കിക്കോളും. നമ്മളിവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. പോന്നോളൂ. അച്ഛനെ വിവരം അറിയിച്ചിട്ടുണ്ട്. എന്നാ പിന്നെ നേരം കളയണ്ട, പോവല്ലേ? ഞാൻ ഇവിടുന്ന് എങ്ങോട്ടുമില്ല. മോളെ, എന്താ ഉണ്ടായത്? അവൻ നിന്നെ ഉപദ്രവിച്ചോ? അച്ഛ, ദിനേശേട്ടൻ തെറ്റ് മുഴുവൻ എന്റെയാ. ശരിക്കും ആലോചിക്കാതെയും അന്വേഷിക്കാതെയും ഇവന്റെ തലയിൽ നിന്നെ കെട്ടിവെച്ചത് ഞാനാ. സംഭവം പറഞ്ഞ് നിന്റെ അമ്മ തളർന്നു കിടക്ക. വാ പോകാം. ഞാൻ വരുന്നില്ല അച്ഛ. വരുന്നില്ലേ? ഞാൻ നിന്നെ ഇവിടെ വിട്ടിട്ട് പോകാനോ? ദിനേശേട്ടനെ തനിച്ചാക്കിയിട്ട് ഞാൻ വരുന്നില്ല. അവൻ തനിച്ചല്ലല്ലോ, ഇവിടെ വേറെയും ഭ്രാന്തന്മാരുണ്ടല്ലോ കൂട്ടിന്. വരാനാ പറഞ്ഞത്. അച്ഛ, വേണ്ട ഇങ്ങോട്ട് അച്ഛാ. കയറ്. ദിനേശേട്ടനെ ഒറ്റക്കിട്ടിട്ട് കേറാൻ അങ്ങോട്ട്. ദിനേശ, ശോഭ എവിടെ? ശോഭ എവിടെ? ദിനേശ എഴുന്നേറ്റ് വരൂ.